നമ്മൾ ഇനി ട്രീസിലെ തേർഡ് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. എനി കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n vertices and n-1 edges is a tree. So we are assuming a graph G with n vertices and n-1 edges. അത് ട്രീ ആവണമെന്നുണ്ടെങ്കിൽ സൈക്കിൾസ് ഉണ്ടാവുന്നത്. So we are assuming that G is having cycles ഉണ്ടെന്ന് വിചാരിക്കുക. And we are removing the edge that is responsible for the cycle. പാരലൽ എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യാണ് ആ ഗ്രാഫിൽ നിന്ന്. ഒരു എഡ്ജ് റിമൂവ് ചെയ്യാണ്. G minus E equal to G1. We are continuing the removal of edges process until all the parallel edges are removed. Cycles എല്ലാം മാറുന്നവരെ നമ്മൾ എഡ്ജസ് റിമൂവ് ചെയ്ത് until we get an H, ഗ്രാഫ് H called tree. ഓക്കെ അല്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സൈക്കിൾസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. സൈക്കിൾസ് ഫോം ചെയ്യാൻ കാരണമായ എഡ്ജിനെ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തു. G minus E G1 കിട്ടി. അങ്ങനെ എഡ്ജസ് റിമൂവ് ചെയ്ത് എല്ലാ പാരലൽ എഡ്ജസും പോകുന്നവരെ H എന്ന് പറഞ്ഞൊരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നവരെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് നമ്പർ ഓഫ് വെർട്ടീസസിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഗ്രാഫിന് n വെർട്ടീസസ് ആണെങ്കിൽ ട്രീക്കും n വെർട്ടീസസ് ആയിരിക്കും. കാരണം നമ്മൾ എന്താണ്, കണക്റ്റഡ് ഗ്രാഫാണ്. ആകെ എഡ്ജ് മാത്രമേ റിമൂവ് ചെയ്തുള്ളൂ അതിൽ നിന്ന്. ഓക്കെ അല്ലേ? ആൻഡ് വി നോ ദാറ്റ് എ ട്രീ വിത്ത് n വെർട്ടീസസ് ഹാസ് n-1 എഡ്ജസും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് തിയറത്തിൽ തന്നിട്ടുണ്ട് ഗ്രാഫിന് n വെർട്ടീസസും n-1 എഡ്ജസ് ആണ്. അപ്പോൾ നമുക്ക് ട്രീക്ക് n വെർട്ടീസസ് ആയതുകൊണ്ട് അതിൻ്റെ എഡ്ജസും n-1 എന്ന് കിട്ടി. ആക്ച്വലി ഗ്രാഫിന് സൈക്കിൾസ് ഉണ്ടെങ്കിൽ സൈക്കിൾസിന് കാരണമായ എഡ്ജസ് റിമൂവ് ചെയ്ത് നമ്മൾ ട്രീ ഫോം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് ഗ്രാഫിനും ട്രീക്കും സെയിം വരില്ല. കാരണം അവിടെ കുറച്ച് റിമൂവൽ നടക്കുന്നുണ്ട്. പക്ഷേ റിമൂവലിന് ശേഷവും ഗ്രാഫിന് n-1 എഡ്ജസും ട്രീക്ക് n-1 എഡ്ജസും ആണ്. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ് ദാറ്റ് the connected graph with n vertices and n-1 edges do not form a cycle. Therefore, it is a tree. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തേർഡ് തിയർ കഴിഞ്ഞു. ഫോർത്ത് തിയറിലേക്ക് പോവാം. എവരി എഡ്ജ് ഓഫ് എ ട്രീ ഈസ് എ കട്ട് എഡ്ജ് ഓഫ് G. കട്ട് എഡ്ജ് മീൻസ് ദാറ്റ് എഡ്ജ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്കണക്റ്റിംഗ് ദ ഗ്രാഫ്. ഗ്രാഫിൽ നിന്ന് ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിസ്കണക്റ്റ് ആവും. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ AUVB ഇതിനിടയിലുള്ള ഒരു എഡ്ജിനെ നമ്മൾ കട്ട് എഡ്ജ് എന്ന് വിളിക്കും. കാരണം ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എന്താവും, ഡിസ്കണക്റ്റഡ് ആവും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ആർ ടേക്കിംഗ് എ ട്രീ ആൻഡ് വി നോ ദാറ്റ് ദ ട്രീ ഹാവ് നോ സൈക്കിൾസ്. നോ സൈക്കിൾസ് മീൻസ് there is exactly one path between every pair of vertices. So let E1 be an edge between any vertex U and V in that tree, and if you are removing that edge E1, G minus E1, then the graph will be disconnected into two components, G1 and G2. This is the same for every edge in a tree. Therefore we can say that every edge of a tree is a cut edge of G. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, T ഒരു ട്രീ ആണെങ്കിൽ അതിനെന്തുണ്ടാവില്ല, സൈക്കിൾസ് ഉണ്ടാവില്ല. സോ എക്സാക്ട്ലി വൺ പാത്ത് ആയിരിക്കും. വൺ പാത്ത് ആവുന്ന കേസിൽ ആ ഒരു എഡ്ജ് റിമൂവ് ആവുമ്പോൾ തന്നെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. ഒരു ട്രീയിലെ എല്ലാ വേർട്ടീസസിനും ഇടയിലാകെ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് എവരി എഡ്ജ് ഓഫ് എ ട്രീ ഈസ് എ കട്ട് എഡ്ജ് ഓഫ് G. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിളും വരച്ച് കാണിക്കാം. നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഫിഫ്ത്ത് തിയറത്തിലേക്കാണ്. എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. മിനിമലി കണക്റ്റഡ് എന്ന് വെച്ചാൽ ഒരു എഡ്ജ് റിമൂവ് ആക്കിയാൽ തന്നെ ഡിസ്കണക്റ്റ് ആവും. അങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ് മിനിമലി കണക്റ്റഡ് എന്ന് പറയാം. സോ ഫസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഗ്രാഫ് ഈസ് മിനിമലി കണക്റ്റഡ് ആണെന്ന് വിചാരിക്കാം. മിനിമലി കണക്റ്റഡ് മീൻസ് റിമൂവൽ ഓഫ് എനി വൺ എഡ്ജ് മേക്സ് ഇറ്റ് ഡിസ്കണക്റ്റഡ്. That is, it does not have any cycles. As it does not have any cycles, we can say that the graph is a tree. Okay, assume that the graph is minimally connected. Minimally connected means removal of one edge makes it disconnected. That means it doesn't have any cycles. A graph without any cycles is called as a tree. ഇനി നമ്മൾ സെക്കൻഡ് അസ്യൂം ചെയ്യുന്നത് കോൺവേഴ്സ് ആണ്. ഇഫ് ആൻഡ് ഇഫ് ആയതുകൊണ്ട് ലെറ്റ് ഗ്രാഫ് ഈസ് എ ട്രീ. Okay, then it does not have any
cycles. That is, there is exactly one path between every pair of vertices. So if we remove an edge from any two vertices in that graph, then that graph will disconnected into two components or more than two components. So we can say that the graph is minimally connected. അതായത് ഗ്രാഫ് ഒരു ട്രീ ആണെങ്കിൽ സൈക്കിൾസ് ഉണ്ടാവില്ല, എക്സാക്ട്ലി വൺ പാത്ത് ആയിരിക്കും വേർട്ടീസസിന്. സോ ഒരു എഡ്ജ് റിമൂവ് ആക്കിയാൽ തന്നെ ഗ്രാഫ് രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ആയിട്ട് ഡിസ്കണക്റ്റഡ് ആവും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബിക്കം മിനിമലി കണക്റ്റഡ്.